ഹായ് ഓൾ, വെൽക്കം ടു നിംസ് ക്യൂട്ടി ക്രോഷേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഗ്രാനി സ്ക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഐഡിയാസ് ആർക്കും കിട്ടിയിരുന്നു. അപ്പോൾ ഞാനത് വെച്ച് ഇപ്പോൾ ഒരു ബേബി ഫ്രോക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗ്രാനി സ്ക്വയർ. അപ്പോൾ രണ്ടും നല്ല വശം ഒന്നിച്ച് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ഗ്രാനി സ്ക്വയർസും നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആ കോർണറിലുള്ള രണ്ട് സ്റ്റിച്ചസ് ഉണ്ടല്ലോ, ബാക്ക് ലൂപ്സിലെ കൂടെ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഒരു ചെയിൻ ഇടുക, പിന്നെ രണ്ട് ബാക്ക് ലൂപ്സിലെ കൂടെ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ബാക്ക് ലൂപ്സിൽ കൂടി ഇടുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് രണ്ട് ബാക്ക് ലൂപ്സിൽ കൂടി ഇടുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്ക് ലൂപ്സിൽ കൂടി ഇട്ടിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് ടൈറ്റൻ ചെയ്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സ്ക്വയറും ജോയിൻ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 6 സ്ക്വയറും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് പിന്നെ അതൊരു ലൂപ്പ് പോലെ ആക്കി എടുക്കണം. കംപ്ലീറ്റ്ലി എല്ലാ സൈഡും ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ലൂപ്പ് ആക്കി എടുക്കണം. ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ അപ്പർ പോർഷൻ. ഇതിന് നമ്മളിപ്പോൾ ഒരു ബ്ലൂ കളർ, ഒരു ഡാർക്ക് കോൺട്രാസ്റ്റിംഗ് കളർ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ബ്ലാക്ക് യൂസ് ചെയ്യാം, വൈറ്റ് യൂസ് ചെയ്യാം, അപ്പോൾ നിങ്ങളുടെ ചോയ്സ്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ചെയിൻ ഇടുന്നുണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് ഒരു റൗണ്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് വരണം. ഓരോരോ സ്റ്റിച്ചിലും ഇട്ടിട്ട് ഓരോരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. കംപ്ലീറ്റ് ഒരു റൗണ്ട് സിംഗിൾ ക്രോഷേ. ഇതുപോലെ ഫുൾ റൗണ്ട് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലിട്ടിട്ട് നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യണം. ആദ്യത്തെ ചെയിനിലിട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അത് ജോയിൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് 5 ചെയിൻ ഇടണം. 5 ചെയിൻസ് ഇട്ടിട്ട് അത് ഒരു DCൻ്റെ 3 സ്റ്റിച്ചും പിന്നെ ഒരു 2 ചെയിനും, അങ്ങനെയാണ്. എന്നിട്ട് അതേ ചെയിൻ സ്പേസിലിട്ടിട്ട് DC ചെയ്യാം. നമുക്കൊരു V സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി 2 ചെയിന് സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു Vയും കൂടെ ചെയ്യാം. V എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡബിൾ ക്രോഷേ, പിന്നെ 2 ചെയിന്, പിന്നെ ഒരു ഡബിൾ ക്രോഷേ. ഇനി അടുത്ത 2 ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു V സ്റ്റിച്ചും കൂടെ ചെയ്യും. ഇതുപോലെ ഈ റൗണ്ട് മുഴുവനും V സ്റ്റിച്ച് സ്കിപ്പ് സ്റ്റിച്ച് ആണ്. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഓരോരോ V സ്റ്റിച്ച്. ഈ റൗണ്ട് മൊത്തം ഇതുപോലെ ചെയ്ത് വരണം. നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷേൻ്റെ 3rd ചെയിനിലിട്ടിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം.
ആ ചെയിൻ സ്പേസിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ഇടണം. അതിനുശേഷം അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ 5 ചെയിൻസ് ഇടണം. 3 ഡബിൾ ക്രോഷ്യൻ്റെതും പിന്നെ 2 ചെയിൻ സ്പേസും പിന്നെ ഒരു DC കൂടെ ഇടാം. നമുക്ക് ഫസ്റ്റത്തെ വി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു ഓരോരോ വി സ്റ്റിച്ചിലും വേറൊരു വി സ്റ്റിച്ച് വി സ്പേസ് ഉണ്ട്, വേറൊരു വി സ്റ്റിച്ച്. അപ്പോൾ നെക്സ്റ്റ് വീയിൽ ഇനി ഒരു വി സ്റ്റിച്ച് ഇതുപോലെ 3 റോസ് നമ്മൾ ഇതുപോലെ വി സ്റ്റിച്ച് മാത്രം ചെയ്തെടുക്കണം. അപ്പോൾ 3 റോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ 3 ചെയിൻ ഇടുക, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ഇടുക. ഇത് നമുക്ക് 2 ഡബിൾ ക്രോഷ്യേറ്റ് കൗണ്ട് ചെയ്യാം. അതിനുശേഷം 2 ചെയിൻ ഇടുക, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത സ്പേസിൽ പോയിട്ട് ഇതേപോലെ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മളിപ്പോൾ 2 റോ ചെയ്യും. അപ്പോൾ മൊത്തം 5 റോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യെല്ലോ ആണ് യൂസ് ചെയ്തിട്ട് ആ ഷെൽ സ്പേസിനുള്ളിൽ നമ്മൾ ആദ്യം 3 ചെയിൻ ഇടുന്നു. 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്തത് ചെയിൻ 2 ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്പേസിൽ ഇതുപോലെ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ അടുത്ത 5 റോസിൽ നമ്മളെ പാറ്റേൺ ഇതായിരിക്കും. 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഈ പാറ്റേണിൽ നമ്മൾ നെക്സ്റ്റ് 5 റോസ് ഈ മഞ്ഞ യാൺ വെച്ചിട്ട് ചെയ്ത് തരണം. ഇതാണ് പാറ്റേൺ. അപ്പോൾ നമ്മൾ 5 റോസ് ഇപ്പോൾ ചെയ്ത് വന്നിട്ടുണ്ട്. 5 റോസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്യാം. അടുത്തത് ഓറഞ്ച് ആണ് ജോയിൻ ചെയ്യുക. 3 ചെയിൻസ് ഇട്ടതിന് ശേഷം 4 ഡബിൾ ക്രോഷ്യ ഇടുക. ഓരോരോ കളർ ചേഞ്ച് ചെയ്യുന്നതോറും ഓരോരോ ഡബിൾ ക്രോഷ്യ നമ്മൾ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ചെയിൻ 2, ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇനി അടുത്ത 5 റോസിന് നമ്മളെ പാറ്റേൺ ഇതാണ്. 4 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 4 ഡബിൾ ക്രോഷ്യ. ഈ ഓറഞ്ച് ആണ് മൊത്തം ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഫോർ ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 4 ഡബിൾ ക്രോഷ്യ. 5 റോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അത് നമ്മൾ ഗ്രാനി സ്ക്വയറിലുള്ള പോലെ തന്നെ അതേ പാറ്റേണിൽ യെല്ലോ, ഓറഞ്ച്, റെഡ് ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഷെൽ സ്പേസിൽ നമ്മളിനി റെഡ് yarn വെച്ചിട്ട് 10 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓരോരോ സ്പേസിലും 10 ഡബിൾ ക്രോഷ്യ ചെയ്യണേ. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാകുമ്പോൾ അതിന് മുന്നത്തെ ഷെല്ലിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം 3 ചെയിൻ ചെയ്യണം. എന്നിട്ട് അടുത്ത ഷെല്ലിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലിട്ടിട്ട് ഒന്നും കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത ഷെല്ലിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ 10 DC ചെയ്തെടുക്കും. 10 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അടുത്ത ഷെല്ലിൻ്റെ സെൻറ്റർ സ്റ്റിച്ചിലിട്ട് 10 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി ആ ഷെല്ലിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 3 ചെയ്യുക, പിന്നെ അടുത്തതിലിട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഒരു റോ മൊത്തം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ആ ഫസ്റ്റ് സ്റ്റിച്ചിലിട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 3 ഇടുക. അത് DC ആയിട്ട് കൗണ്ട് ചെയ്യും. അതിനുശേഷം ഒരു ചെയിൻ 3 കൂടെ ഇടണം. എന്നിട്ട് 3rd ചെയിനിലിട്ടിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ചെയിൻ 3 പിക്കൗട്ട്, DC ചെയിൻ 3 പിക്കൗട്ട്, അതാണ് പാറ്റേൺ. സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 3, സ്റ്റിച്ച് ചെയ്യണം. 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതുപോലെ മൊത്തം ഓരോരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിലും ഇതുപോലെ DC ചെയിൻ 3 പിക്കൗട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ DCയും ചെയിൻ 3 പിക്കൗട്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചെയിൻ സ്പേസിൻ്റെ ചെയിൻ 3 സ്പേസിൻ്റെ അകത്തിട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് അടുത്ത ഷെല്ലിലും അതേപോലെ തന്നെ DC ചെയിൻ 3 പിക്കൗട്ട് ഓരോരോ DCയിലിട്ടിട്ട് അതുപോലെ ചെയ്യണം. ഓരോ സ്റ്റിച്ചിലും ഒരു DC ചെയിൻ 3 പിക്കൗട്ട്. ഇതാണ് പാറ്റേൺ. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തു വരാം. ഈ റൗണ്ട് മൊത്തം ഇതുപോലെ ചെയ്തു വരാം. അങ്ങനെ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ എഡ്ജിങ് പാറ്റേൺ. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഫ്രോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഇത് വെക്കണ്ടേ, ആംസ് വെക്കണ്ടേ. അപ്പോൾ ഞാൻ ചെറിയ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ സെൻറ്ററിൽ വരുന്ന പോലെ, ഒരു ഗ്രാനി സ്ക്വയർ സെൻറ്ററിൽ വരുന്ന പോലെ. എന്നിട്ട് ഇതുപോലെ 4 സ്റ്റിച്ച് കൗണ്ട് ചെയ്തെടുക്കുക. ആ 4 സ്റ്റിച്ചസിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യം ചെയിൻ 2 ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ,
സൈഡ് ഹാഫ് ഡബിൾ ക്രോഷേ. നാല് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് അത് കുറേ റോസായിട്ട് അതുപോലെ 4 ഡബിൾ ക്രോഷേൻ്റെ ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ കുറേ റോസ് ഇതുപോലെ ചെയ്യുക. ചെയിൻ 2 ഇടുക. ആ ചെയിൻ 2 ഒരു 1 ഹാഫ് ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് 3 സ്റ്റിച്ചസിലിട്ടിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യും. അപ്പം അങ്ങനെ ഇപ്പോൾ 7 ഇഞ്ചസോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 സ്ട്രാപ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. രണ്ടും ഏകദേശം 7 ഇഞ്ചസ് മെഷർ ചെയ്യുന്നുണ്ട്. ഇനി ഫ്രോക്ക് നമുക്ക് തിരിച്ചിട്ട് അതേപോലെ ഗ്രാനി സ്ക്വയറിൻ്റെ അറ്റത്തുനിന്ന് 4 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഡാൺ നീഡിൽ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡാൺ നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4th സ്റ്റിച്ചിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടൈൽസ് ഇതുപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത സ്റ്റാപ്പും ഇതുപോലെ ചേർത്ത് തുന്നി കൊടുക്കാം. അങ്ങനെ സ്റ്റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഗ്രാനി സ്ക്വയർ വെച്ചിട്ടുള്ള ഫ്രോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ദയവായി തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.